MRZ ഗ്യാങ് അടിച്ചു പിരിഞ്ഞു. അല്ല, തൊപ്പിയെ പറ്റിച്ച് പൈസയുമായിട്ട് അവർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറാണെങ്കിലും ബാങ്ക് ബാലൻസ് ആണെന്നുണ്ടെങ്കിലും ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പറ്റിച്ചു ചതിച്ചു അവറ്റകൾ പോയി എന്നുള്ളതാണ് നമ്മൾ കേട്ട അല്ലെങ്കിൽ തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ? എന്നാൽ ഇപ്പൊ സംഭവിച്ചത് വേറെ കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളതാണ്. MRZ തൊപ്പി ആ പയ്യന്മാരെയൊക്കെ ശരിക്കും വലിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈമ്പിച്ചു എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. അവറ്റകൾക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ലായിരുന്നു അത്രേ. അതുകൂടാതെ തന്നെ തൊപ്പിക്ക് ഗുണ്ട ഗ്യാങ്ങുമായിട്ടൊക്കെ നല്ല പിടിയാണല്ലോ. എന്തൊക്കെ ആൾക്കാരെ പേരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ വെച്ച് തല്ലിക്കുമോ എന്നുള്ള പേടി പോലും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ലൈഫ് ഇതാ എന്റെ പിച്ചയാണ് എന്നാണ് തൊപ്പി പറഞ്ഞിട്ടുള്ളത്. അതായത് തൊപ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുടി വെട്ടിയപ്പോ പിന്നീട് നിഹാദായത്രേ. പക്ഷെ ആ തൊപ്പി തന്നെയായിരുന്നു നല്ലത്. നിഹാദ് വളരെ വിഷമുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് ഇപ്പൊ പോയ പിള്ളേരൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. അത് ഇൻട്രോ എന്ന രീതിയിൽ ഇവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളൊന്ന് ചെറുതായിട്ട് കേൾക്കാം. ഈ പറഞ്ഞ പോലെ എന്റെ പെങ്ങളുടെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റിന്റെ 2 ദിവസം മുമ്പ് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ശരിക്കുള്ള ഇത് ഇവൻ നമ്മളോട് മാത്രം ഇതുള്ളതല്ല, എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഒന്നില്ലെങ്കിലും കൂടെ നിന്ന് കോമാളിത്തരം ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഷഡ്ഡിയിട്ട് തുള്ളിന്ന്. അവൻ ആ ഷഡ്ഡിയിട്ട് തുള്ളിയതിന്റെ പൈസയും തരണ്ടേ? ഇല്ലല്ലോ, നമ്മളും അതിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. തൊപ്പി നിങ്ങളെ ഇത്രയും വലിയ സംഭവത്തിലേക്ക് എത്തിച്ചു. ഓക്കെ, ഓൺ ഫെയിം ഇതെല്ലാം തന്നു, ബാക്കി ആര് എഫേർട്ടാണ്? ഞങ്ങൾക്ക് കരയണമെന്ന് തോന്നി. ഞങ്ങൾക്ക് ആൾക്കാരോട്, ഞാൻ കുളിസിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരോട് പറയണമെന്ന് ഉണ്ടായിട്ടുള്ളൂ. ഗൈസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ ആയിട്ട്. പക്ഷെ കരയാനെല്ലാം പ്രേരിപ്പിച്ചത് ഈ തൊപ്പി എന്നുള്ളൊരു വ്യക്തിയാണ്. നിഹാദ് എന്ന് പറഞ്ഞവനാണ് എന്നോട് കരയിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ കരഞ്ഞിട്ട് വെറുതെ എന്തിനാ സ്ക്രിപ്റ്റ് ഇതെല്ലാം ആക്കുന്നത്? ഞാൻ കരയാണ്ട് തന്നെ പറയാം. ഓൻ തന്നെയാണ്, അതും കരയിൽ നിന്ന് മുളകെല്ലാം കണ്ണിലിട്ടിട്ടാണ് കരയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മളിത് പറയുന്നതാ. ഇവന്റെ ഈ അനിയത്തിന്റെ കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ കാര്യവും പിന്നെ നമ്മളെ എന്റെ വീട്ടിലൊരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, അതായത് ഒരു ഓപ്പറേഷൻ വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒന്നും പറയാണ്ട് എന്താ പറയുക, ഇതെല്ലാം ഇങ്ങനെ കേട്ട് പോയി. നമുക്ക് അതൊക്കെ വന്നപ്പോൾ നമുക്ക് ബോധം വന്നു. നമ്മളെ കാര്യങ്ങൾ, അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചാൽ തരുന്നില്ല, ചോദിച്ചാൽ അടിയും കുത്തുവാണ്. ഓൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളെ എനിക്ക് ആരും കിട്ടിയത് റാംബോ. ഈ ഒരു ഇൻട്രോയില് തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ ഫോളോ ചെയ്ത ആളുകൾക്ക് കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവൻ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ, മമ്മു ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു കുളിസീൻ ഒളിഞ്ഞു നോക്കിയ ഒരു പരിപാടിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സത്യത്തിൽ അവൻ തമാശക്ക് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇവനെ പോലെയുള്ള ആളുകളൊക്കെയാണോ തൊപ്പിയെ നീ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്ത് അവനോട് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്രേ. അത് കണ്ണിൽ മുളക് പൊടി തേച്ചിട്ടാത്രേ കരഞ്ഞത്. കൊള്ളാമല്ലേ? അതായത് ഈ പയ്യന്മാരെ വെച്ച് അവൻ കാശാക്കി എന്ന് പറയേണ്ടി വരും. കോടിക്കണക്കിന് രൂപ അവന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വിരോധാഭാസമായ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അക്കൗണ്ടുകൾ, ഇൻഡിവിജ്വൽ ആയിട്ട് ചാനലുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. ഈ ചാനലുകളുടെ ഒക്കെ ഹെഡ് ഇപ്പോഴും അല്ലെങ്കിൽ ബാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അത് തൊപ്പിയുടേതാണ് എന്നുള്ളതാണ്. ഇവർ മണിക്കൂറുകളോളം സ്ട്രീം ചെയ്യാറുണ്ട് അത്രേ. ആ സ്ട്രീം ചെയ്യുന്ന പണം മുഴുവൻ പോകുന്ന തൊപ്പിക്കാണ്. അതിൽ നിന്ന് ഒരു രൂപ പോലും പയ്യന്മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് സഹായിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് തൊപ്പിയുടെ കൂടെ നിന്ന് ഈ പയ്യന്മാര് വീട്ടിൽ പോകാൻ നേരത്ത് അല്ലെങ്കിൽ ആവശ്യം നേരത്ത് പണം ചോദിക്കുമ്പോൾ പോയി പണി നോക്കടാ എന്ന് പറയുന്നതാണത്രേ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല്. പണ്ട് തൊപ്പിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മോശപ്പെട്ട രീതിയിലാണ് തൊപ്പി വരുന്നത്. പിന്നെ നിഹാദ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൻ നന്നായി എന്നുള്ളത്. കാരണം അവൻ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ. പക്ഷെ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ പേരിൽ ഓരോ വാഹനങ്ങളുണ്ട്. പക്ഷെ ആ വാഹനങ്ങളൊക്കെ വെറും ഒരു വിനാമി എന്ന രീതിയിൽ മാത്രമാണ് ഇവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത കഥകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആ മൊബൈൽ ഫോണുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടോ ഇപ്പോൾ? ഇല്ല. അതൊക്കെ വെറും പ്രൊമോഷൻ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ടി വി ചവിട്ടിപ്പൊളിച്ചൊരു കേസ് നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു ടി വി ഒക്കെ ഡമ്മി ആയിട്ടുള്ള ടി വി അവിടെ കൊണ്ടുപോയി വെച്ചതാണ്, അല്ലാതെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ടി വി ഒന്നല്ല ചവിട്ടിപ്പൊളിച്ചത്. പിന്നെ മമ്മുവിനെയൊക്കെ ഇടിക്കുകയും അടിക്കുകയും, അതായത് ഗാർഹിക പീഡനം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവര് ഒരു വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇവരെ പറ്റിച്ച് ഇവരുടെ ചോരയും വിയർപ്പും കുറ്റി ആ ഒരു പണത്തിന്റെ മുകളിലാണ് ഇപ്പൊ തൊപ്പി ഇരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ സമീർ എന്ന് പറയുന്ന മനുഷ്യൻ 12 വർഷമായി തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അവനെ പോലും ഏറ്റവും അവസാനം പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രി കേസ്, ഒരു വിഷയം വന്നപ്പോ പണം ചോദിച്ചപ്പോ അവന്റെ 8ന്റെ പണി അങ്ങ് കൊടുത്തത്രേ. എന്തുവാ ഞാൻ പറയാ. അവന്റെ പേര് ഒരു വാഹനം ഉണ്ടല്ലേ, ആ വാഹനത്തിന് എത്രയോ 57,000 രൂപ എങ്ങാനും പിഴയുണ്ടത്ര. അതൊക്കെ അടയ്ക്കാനൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ മമ്മുവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആദ്യം കേൾക്കാം. അന്നലാണ് ഒരു നായ്, അതായത് പട്ടീനെ പോലെയാണ് തന്നെ കാണുന്നത്. പട്ടീനെ പോലെയാണ് കാണുന്നത്. മുഖത്ത് ചവിട്ടും അലക്കി. ഞാൻ വാഷിംഗ് മെഷീൻ്റെ ആണ് അലക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഒരു അടി വരും. എന്താണ് അങ്ങോട്ട് എടുക്കാതെ അതിന്റെ തന്ത വന്നിട്ട് എടുക്കുന്ന നോക്കല്. അതിന്റെ അപ്പറ വിളിക്കല്, വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കല്. അവരൊന്ന് അലക്കി തരുമോ ചോദിക്കും. ഞാൻ എന്താ പറയാ, ഞാൻ അവിടെ കേട്ടിങ്ങനെ നിൽക്കും. വേറൊരു ആൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയില്ല. നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ അവിടെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും അവിടെ ഇരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയും, എന്താടാ എനിക്കത്തെ ദേഷ്യം ഉണ്ട് അടിച്ചേനി, എനിക്കെന്നെ ദേഷ്യം ഉണ്ട് അടിച്ചേനി, അടിക്കണം അതെല്ലാം പറഞ്ഞ് കുറച്ച് ഇതാക്കി ഒരു സ്നേഹം, ഒരു സ്നേഹം ആണ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞത് സ്നേഹം.
മൊത്തം തെറിയും അടിയും ഇവന്റെ ഈ ഭരണം അല്ലാണ്ട് ഞങ്ങൾക്ക് തോന്നി ഈ ഭരണം പോലും പുറത്തുള്ള ഭരണം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത്. അത്രയും വലിയ ഒരു ഭരണമാണ് ആടില്ലായത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ചിലപ്പോൾ തൊപ്പി വരുന്ന സമയത്ത് പഴയ ഒരു ലൈവ് ചിലപ്പോൾ എടുത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. മമ്മുവിന്റെ ഉമ്മയെ വിളിക്കുന്ന ഒരു വീഡിയോ. ആ ഒരു വീഡിയോയിൽ ഉമ്മ സംസാരിക്കുന്ന രീതിയും ഭയങ്കര രസകരമായ സാധനങ്ങളാണ്. അതായത് സഹായം കിട്ടുന്നുണ്ട് എന്ന രീതിയിലുള്ളതായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ പയ്യൻ സ്വന്തം വീട്ടിൽ പോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ. ഇവൻ വലിയ പൈസക്കാരനാണ്. അതായത് ഇവന്റെ അക്കൗണ്ടിൽ അത്യാവശ്യം പൈസയുണ്ട്. ഇതൊക്കെ സ്ട്രീം വഴി ജനങ്ങളെ മുന്നിൽ കാണിക്കുന്നു. ഇവർ ഭയങ്കര ലക്ഷറി ലൈഫ് ജീവിച്ച് കാണിക്കുന്നു. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നവൻ കോടീശ്വരനാണെന്നുള്ളതാണ്. ഉമ്മാക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അയൽവാസിയുടെ വീട്ടിൽ പോകുമ്പോൾ അയൽവാസികൾ പറയുന്നതാണ് നിന്റെ മകൻ ഒരുപാട് സമ്പാദിക്കുന്നില്ലേ എന്നുള്ളത്. പക്ഷെ ഒരു രൂപ പോലും പയ്യന്മാരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. സ്വന്തം ഉമ്മാന്റെ കെട്ടുതാലി പണയം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറും ഈ ഒരു വാടക വീട്ടിലേക്കും സമീർ മാറിയിട്ടുള്ളത്. കൂടെയുള്ള ആ പയ്യന്മാരൊക്കെ ആ രീതിയിലാണെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ആളുടെ കഥയും കൂടി കേൾക്കാം. വീട്ടുകാരോട് പോലും ഞാൻ പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്. പട്ടീനെ പോലെ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ട് എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാ പണി ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ ഇന്നേ ഒരു ഉറുപ്പ് തന്നില്ല. തരാത്ത എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓനോടൊപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും വീട്ടിൽ ആവശ്യം സാഹചര്യം മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. എന്നിട്ട് ലൈവ് കഴിയുന്ന സമയം എത്ര അറിയാം, 2-2 മണിക്ക് കഴിയാം. അതിന് കുറച്ചൊന്നും കറന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കാരണം ഉറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട കുറിച്ച് ഉണ്ടാക്കി തരണം, പിന്നെ ഓംലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നുള്ള വിളിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ട് വിളിച്ചു. കാരണം 17 Pro എടുത്ത് നോക്കുന്നുണ്ട്. എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ. അതായത് ഞാൻ 17 Pro എടുത്ത് എങ്ങനെയാടാ, എന്റെ മാക് ബുക്ക് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഉണ്ടായ ഒന്ന് മാക്, പിന്നെ എന്റെ ഉമ്മാൻ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, സോണി Z8 എന്നുള്ള ബ്ലോഗിംഗ് ക്യാമറ. അത് അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മളൊന്നും ഉറപ്പില്ലടാ. പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണ പോലെ പട്ടികളെ പോലെ വരെ ട്രീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആളുകളുടെ മുന്നിൽ ഇങ്ങനെ വീഡിയോസിൽ ഇതാ ക്യാമറ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ കാർ വാങ്ങിക്കൊടുക്കുന്നു. ജനങ്ങൾ ഇത് കാണുമ്പോൾ ആ പയ്യന്മാരെ സെറ്റിൽ ചെയ്ത് കൊടുത്തു. ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് കേട്ടോ. അത് ആ പയ്യന്മാരെ അവൻ ചേർത്ത് വെക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പറ്റിക്കുകയായിരുന്നു എന്ന് ഇവർ പറയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 5ന്റെ കായ് ഇവരെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചൊക്കെ കോടിക്കണക്കിന് രൂപയാണ് തൊപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവറ്റാളുടെ പേരിലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തം അക്കൗണ്ടും ഉണ്ട്. പല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തുവായത് തീർന്നിട്ടില്ല. അവിടെ പേടിയാണ് എനിക്ക്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ 2.5 കൊല്ലമായിട്ട് മമ്മു നീ എന്താ പിന്നെ അങ്ങനെയൊന്നും ആ ടൈം ഇറങ്ങാൻ എനിക്ക് പേടിയാ. എനിക്ക് കാരണം എന്റെ വീട്ടിൽ ഞാനും അനിയനും ഉമ്മയുള്ളൂ. ഇവൻ വേറെ ആളെ കൊണ്ട് തല്ലി, അതായത് അടി കൊള്ളിപ്പിക്കാൻ വരെ ഇവനിക്ക് ഇതുണ്ട്. എന്തായാലും പറയണ അപ്പൊ അത്രയും എനിക്ക് പവർ ഇതുണ്ട്. കാരണം ഞാൻ ഈ ഒറ്റക്ക്, അതായത് മമ്മു എന്നുള്ള ഞാൻ ഒറ്റക്ക് ഇവനെതിരെ പ്രതിരോധിച്ചാല് ഇവൻ എന്തെല്ലാം നിങ്ങളെ ഇതാക്കുന്ന അറിയാം നിങ്ങൾക്ക്. എനിക്ക് ശരിക്കും പേടിയുള്ളത് കൊണ്ടാണ് ഇത്ര നാൾ വരെ. പിന്നെ എനിക്ക് ധൈര്യം വന്നത് വെച്ചാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് കാരണം നമ്മളെല്ലാരും അനുഭവിച്ച് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ആൾക്കാരെ ഇതാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഞാൻ ഉള്ളത് പറയാം. എനിക്ക് പേടിയായതുകൊണ്ട് മാത്രമാണ്. മുന്നേ തന്നെ ഒരു വിഷയം വന്ന സമയത്ത് നമ്മുടെ മരട് സുനിയോ അങ്ങനെയുള്ള ആരെയൊക്കെ ഇവനെ കോണ്ടാക്ട് ചെയ്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ സോഷ്യൽ മീഡിയ തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഗുണ്ടകളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ പേടിയാണ് എന്നുള്ളതാണ്. 1 രൂപയില്ലേ, കുടുംബം നോക്കണ്ടേ, എന്താ. കുറെ ആളുകൾ ഈ പയ്യന്മാരെ പണ്ടേ കുറ്റം പറഞ്ഞിരുന്നു കേട്ടോ. എടാ വല്ല പണിക്കും പോടാ, ഇതൊക്കെ നിങ്ങൾക്ക് പണിയാവും എന്നുള്ളത്. ഞാനത് കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും തൊപ്പിയെ അകമഴിഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സ്. ഏറ്റവും കൂടുതൽ ചെറിയ പിള്ളേരാണ് അവന്റെ ഫോളോവേഴ്സ് എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തൊപ്പിയുടെ കുറെ വീഡിയോസ് കണ്ടിട്ട്. പക്ഷെ പിന്നീട് അവനത് മാറി എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നിയാണ് നമുക്ക്. പക്ഷെ കൂടെ കൂട്ടിയ പയ്യന്മാരുടെ തലയിൽ കയറി നിന്നിട്ട് ആ താണ്ഡവം ആടുകയായിരുന്നു തൊപ്പി എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. നമുക്ക് വീട്ടിൽ ഉമ്മയാണ്, വേറെ ആരും ഇല്ല. നമുക്ക് അവരെ പോറ്റണം. നമുക്ക് അവരെ ഒന്നുമില്ലെങ്കിൽ മാസം 5000 ഞാൻ ഒന്നും കിട്ടിയില്ല. ഞാൻ പറയാം, ഞാൻ പണിക്കെങ്കിലും പോയി ഞാൻ പണ്ടും കുറെ പണിക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോ ഒന്നുമില്ലെങ്കിൽ മാസം ഒരു 10,000 5,000 കൊടുക്കുന്ന വിധത്തിൽ എന്റെ ഉമ്മാനും അനിയനും ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ നടക്കുന്നു വീട്ടില്. സത്യമായിട്ട് ഞാൻ ഉമ്മാനോട് എന്താ പറയുന്നത്, ഞാൻ വരുമ്പോൾ ഞാൻ ഉമ്മാനോട് 500 രൂപ ഞാൻ ഇതുവരെ ഞാൻ പണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ 500 രൂപ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചത്. 500 രൂപ അത് ഉമ്മ ചോദിക്കാൻ പോയതെന്ന് വെച്ചാൽ അയൽവാസികളോടാണ്. ഇപ്പൊ ഈ അയൽവാസികളെയും ഇവരെല്ലാം വിചാരം മമ്മു കുറെ ഉണ്ടാക്കുന്നുണ്ട്, കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ല തൊപ്പി കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുമ്പോൾ അപ്പൊ മമ്മുവിന് പൈസ ഉണ്ടാവും എന്നുള്ളൊരു സാധനം ആൾക്കാരെ മനസ്സിലുണ്ട്. അപ്പോൾ പറയും അയൽവാസി ഉമ്മ എന്നോട് പറഞ്ഞ കാര്യം അനക്കൊരാളും പൈസ തരുന്നില്ല. ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം, ഉമ്മാക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന് ഉമ്മ അയൽവാസിയോടെ പൈസ വയ്ക്കല്. അനക്കാരും പൈസ തരൂല അമ്മു. എന്നോട് ഉമ്മ പറഞ്ഞ കാര്യം അനക്കാരും പൈസ തരുന്നില്ല. കാരണം നീ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ഇങ്ങനെ ലൈവ് കാണിക്കുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് ഇവർ എന്നോട് പറയും എന്റെ മോൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അമ്മു, മോനോട് പോയി ചോദിക്കുന്നു പറയും. അല്ലാണ്ട് പൈസ കിട്ടുന്നില്ല. അതാണ് ഇവന്മാരെല്ലാം മനസ്സിലെന്ന് വെച്ചാൽ മമ്മൂനും എല്ലാവർക്കും പൈസ ഉണ്ടെന്ന്. പക്ഷെ അതില്ല. സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ പറയുന്ന കേക്ക് ജനങ്ങളെ പ്ലീസ്. തൊപ്പിയുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂലായിട്ട് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ ആണെന്ന് റീലാണെന്ന് അറിയില്ല. പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ, അത് ഉണ്ടാക്കാൻ എന്തും ചെയ്യണം എന്നുള്ളതാണ്. അത് തന്നെ ഇപ്പൊ ചെയ്തു. കൂടെ നിന്ന പയ്യന്മാരൊക്കെ നല്ല 8ന്റെ പണി കൊടുത്ത് പൈസ ഉണ്ടാക്കി. അതിന്റെ മുകളിൽ എങ്ങനെ സമാധാനത്തോടെ കിടന്നിറങ്ങണമെന്ന് അറിയില്ല. സോറി,
ചില ആളുകൾക്ക് അതിന് മുകളിൽ കിടന്നുറങ്ങാൻ യാതൊരു ഉളുപ്പും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഇവർക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ആള് വരാതിരിക്കില്ല. പക്ഷേ എന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതിന്റെ 10% മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് എന്ത് പറഞ്ഞാൽ അത് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ട്. 2 മണിക്കൂറുള്ള വീഡിയോയിലെ വളരെ പ്രസ്തുത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സമീറിനൊക്കെ സംസാരിക്കുമ്പോൾ ഒരേ വേർഡ് തന്നെ ഒരു 100 തവണ സംസാരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ പലപ്പോഴും തോന്നും. പക്ഷെ നമ്മളിത് കേട്ടിരിക്കുന്ന ആ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും അവരുടെ 2 മണിക്കൂർ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ ക്ലിസ്റ്റർ ക്ലിയർ ആയ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഗുണ്ടകളുമായിട്ടുള്ള ഒരു ബന്ധം തൊപ്പിക്കുണ്ട് എന്നുള്ള കാര്യമുണ്ട്, അതും കൂടി കേൾക്കാം. വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ ഇവന് നല്ല ഗുണ്ടാ കണക്ഷൻസും പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഗുണ്ടാ കണക്ഷൻസും പരിപാടികളും ലോക്കൽ കണക്ഷൻസും എല്ലാ സംഭവം ഇവനുണ്ട്. സോ നമ്മളെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ലൈവിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടാൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വാട്ടവർ എന്തെങ്കിലും നമ്മളെ 5 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അതിന് ഈ പറഞ്ഞ പോലെ തൊപ്പിയോ റാമ്പോ അതിനൊരു കാരണമാവും നമുക്ക് പേടിയുണ്ട്. ഞാൻ പറയാം, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആരെ വെച്ചോ എങ്ങനെ വെച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ ഒരു കാര്യം അറിയില്ല. സോ നമ്മൾ ഇനി സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. നമ്മൾ ഇനി സേഫ് അല്ല. നമ്മൾ എപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള ഇതുണ്ട്, മനസ്സിലാവും. ഞാൻ നേരത്തെ ചേച്ചിയോട് ചോദിക്കുന്നില്ലേ, ഞാൻ ചേച്ചിയോട് കാര്യമാണ് എന്തെങ്കിലും സേഫ്റ്റിക്ക് നമുക്ക് എന്തെങ്കിലും, അതായത് രണ്ടാൾ അടിക്കാൻ വരുമ്പോൾ ഉള്ള ഒരു സാധനം കൊള്ളിയെങ്കിലും എടുത്തു വെക്കാൻ പറ്റില്ല. ഡോറും ഇതെല്ലാം ലോക്ക് ചെയ്ത് കിടക്കണം. പക്ഷേ നമുക്ക് പേടിയാണ്. റാംബോ ഒരു ഒറ്റ ബുദ്ധിയാണെന്നാ പറയുന്നത്. ഈ സമയത്ത് ശരിക്ക് ഒരു രംഗപ്രവേശനം ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഷാജഹാൻ സാറിനെയാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ആയ സ്ഥിതിക്ക് ഷാജഹാൻ ഇപ്പൊ ചിലപ്പോൾ ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത്. ഓക്കെ, എന്തും ആവട്ടെ. ഇവിടെ റാംബോ എന്ന് പറയുന്ന വ്യക്തി എന്തിനും ഏതിനും തയ്യാറായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. എന്താ പറയാ, എന്തായാലും കാണുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു സംഭവങ്ങളില് നമ്മൾ കാണുന്ന മുഖങ്ങളാവില്ല അവർക്കുള്ളത് എന്നുള്ളതാണ്. തൊപ്പിയുടെ യഥാർത്ഥ മുഖം ശരിക്കും നമ്മൾ പണ്ട് കണ്ട അതേ മുഖം തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരെ പരമാവധി സ്ക്രിപ്റ്റ് ചെയ്ത് നാണം കെടുത്തി ഷെഡ് ഇട്ട് ഡാൻസ് കളിപ്പിച്ചും അതും കാണിച്ച് ഇതും കാണിച്ച് അവസാനം അവൻ സമ്പത്ത് ഉണ്ടാക്കി. പക്ഷെ ഈ പയ്യന്മാർക്ക് ഒരു തേങ്ങയും കിട്ടിയില്ല, ഉള്ള നെഗറ്റീവ് മൊത്തം ഉണ്ടായി. ഈ ചെക്കന്മാർ ചെയ്യുന്ന വീടിന്റെ അടിയിൽ പോലും കമന്റ് വരുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളതാണ്. എന്താണ് സ്ക്രിപ്റ്റഡ്? സ്ക്രിപ്റ്റ് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിൽ മൂടിപ്പോകുന്നുള്ള വിശ്വാസം കൊണ്ട് പറയണം. പക്ഷെ ഇവരുടെ കയ്യിൽ തെളിവുണ്ടെന്നല്ലേ പറയുന്നത്. വരട്ടെ തെളിവുകളുമായി നമുക്കത് പരിശോധിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളുടെയും ഡൗട്ടുകളായിരിക്കും ഒരു പക്ഷെ ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടാവുക. തൊപ്പി നല്ലവനോ കെട്ടവനോ എന്ന് കാലം തെളിയിക്കട്ടെ. എക്സ്പ്ലനേഷൻ ഷീറ്റ് വരുമോ എന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ബുദ്ധിയുള്ള ആളുകൾ ഇതിന് ഈ എക്സ്പ്ലനേഷൻ കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഈ പയ്യന്മാര് ബാക്കിയുള്ള തെളിവും കൂടി വലിച്ചങ്ങ് വാരിയിടും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെ പറ, തൊപ്പി അത്രക്കാരനാണോ അല്ലെങ്കിൽ ഇത്തരക്കാരനാണോ എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് തൊപ്പി ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് ഇഷ്ടമായി, ഇപ്പതാ വീണ്ടും വെറുപ്പായി തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പൊ നീ ഉണ്ടാക്കുന്നത് നല്ല രീതിയിലാണെങ്കിലും ചതിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, സമ്പത്ത് ഉണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ വിട്ട് വേണം പുറത്തു പോവാൻ. അതായത് ദുനിയാവിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പരിപാടി ഉണ്ട്, ചത്ത് മലക്കുമ്പോ. അപ്പൊ ഒന്നും കിട്ടൂല എന്നുള്ളതാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ സഹജീവികളോട് സ്നേഹം വേണം, കൂടെ നിൽക്കുന്ന ആളുകളെ ചേർത്ത് വെക്കണം, അല്ലാതെ മൂഞ്ചിപ്പിക്കരുത്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.